സഹൃദയരെ, കലാസ്നേഹികളെ, കാലിത്തൊഴുത്തിൽ പിറന്ന കാരുണ്യരൂപനെ വരവേൽക്കാൻ ഒരുക്കുന്ന നിങ്ങളേവർക്കുമായി ബാൾട്ടിമോറിലെയും വാഷിംഗ്ടണിലെയും സീറോ മലബാർ കത്തോലിക്ക സമൂഹങ്ങൾ അഭിമാന പുരസ്പരം കാഴ്ചവെക്കുന്നു സ്ക്രൂജ് അച്ചായന്റെ ക്രിസ്മസ്. 18ാം നൂറ്റാണ്ടിലെ സുപ്രസിദ്ധ ആംഗലേയ സാഹിത്യകാരൻ ചാൾസ് ഡിക്കിൻസിന്റെ ദ ക്രിസ്മസ് കാരോൾ എന്ന നീണ്ട കഥയെ അവലംബിച്ച് രചനയും സംവിധാനം ചെയ്ത നാട്യ സംഗീത ശില്പമാണ് സ്ക്രൂജ് അച്ചായന്റെ ക്രിസ്മസ്. ചാൾസ് ഡിക്കിൻസിന്റെ കേന്ദ്ര കഥാപാത്രമായ എബനേസർ സ്ക്രൂജ് എന്ന അറുബിസിറ്റിന് ഒരു തണുത്ത ക്രിസ്മസ് രാത്രിയിൽ അവന്റെ മരിച്ചുപോയ പങ്ക് കച്ചവടക്കാരൻ മാർലിയുടെ ആത്മാവ് സംസാരിക്കുന്നതായി അനുഭവപ്പെടുന്നു. ഇതിനെ തുടർന്ന് ഭയചകിതനായി തീർന്ന സ്ക്രൂജിന് അന്ന് രാത്രി തന്നെ 3 പ്രേതങ്ങൾ പ്രത്യക്ഷപ്പെട്ട് അവന്റെ ഭൂതം, വർത്തമാനം, ഭാവി എന്നിവയെ പറ്റി വെളിപ്പെടുത്തുന്നു. ഈ ക്രിസ്മസ് പ്രേതങ്ങളുടെ വെളിപ്പെടുത്തലുകളിൽ മാനസാന്തരം വന്ന സ്ക്രൂജ് തന്റെ ജീവിതത്തിൽ ധീരമായ മാറ്റങ്ങൾ വരുത്തി ക്രിസ്മസിന് യഥാർത്ഥ പൊരുളറിഞ്ഞ് പുതിയ ജീവിതം തുടങ്ങുന്നതാണ് ഈ നോവലിലെ കഥാതന്തു. ക്രിസ്മസിനോടനുബന്ധിച്ച് സ്ക്രൂജിന്റെ ജീവിതത്തിൽ ഉണ്ടായ അനിതര സാധാരണവും സംഭവബഹുലവുമായ കാര്യങ്ങൾ ഒരു കാഞ്ഞിരപ്പള്ളിക്കാരൻ നസ്രാണി കത്തോലിക്കന്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ ഉളവാകുന്ന അവസ്ഥയെ തികച്ചും കാലികാനുഭവങ്ങളിലൂടെ ആക്ഷേപഹാസ്യത്തിന്റെ മേപ്പൊടി ചേർത്ത് ഇതാ ഞങ്ങളുടെ ആവിഷ്കരിക്കുന്നു. സദയം അനുഗ്രഹിച്ചാലും. സുന്ദരമായ ഒരു പ്രഭാതം പൊട്ടിവിടുന്നു. നമ്മുടെ കഥ ഇവിടെ തുടങ്ങുകയായി. ഇതാ വരുന്നു നമ്മുടെ കഥാനായകൻ, സാക്ഷാൽ സ്ക്രൂജ് അച്ചായൻ. എലിക്കുട്ടി, ഈ വർഷം ഞാൻ 4 കാശുണ്ടാക്കിയടി. എന്റെ ആ പാട്ടം മാറിൽ മരിച്ചു പോയപ്പോ അവന്റെ വകയിലുള്ള കാശും കൂടി എനിക്ക് കിട്ടിയടി. ഓ, കാശൊക്കെ കിട്ടിയല്ലേ അച്ചായ? നാളെ ക്രിസ്മസ് അല്ലേ, നമുക്ക് പള്ളി പോണ്ടേ? അച്ചായ, കഴിഞ്ഞ ആഴ്ചയ്ക്ക് ആ 10 പവന്റെ മാല ഞാൻ ഈ ആഴ്ച എങ്ങനെയായിരുന്നേ? ആ മേലുകുട്ടിയും സാരിയും ഒക്കെ എന്നാ പറയും? അവരത് കണ്ടോ? ഏഷ്യാനെറ്റിൽ ആ പാരിജാതയില്ലേ, അതിൽ ആന്റിയമ്മ ഇട്ടേക്കുന്ന പോലത്തെ ഒരു പുതിയ സാരി എനിക്കത് മേടിച്ചു തരണം. നിന്റെ അപ്പന്റെ കാശൊന്നും ഇവിടെ എനിക്ക് എടുത്തു തരാൻ. എനിക്കോപ്പേ, നീ നിന്റെ വീട്ടിലെ ഡ്രൈവറിന്റെ കൂടെ ഒളിച്ചോണ്ട് പോകാൻ തുടങ്ങിയപ്പോഴല്ലേടി നിന്റെ അപ്പൻ കളിയാച്ചൻ നിന്നെ എന്റെ തലയിൽ കെട്ടിവെച്ചത്. ഓ, എന്നെ പറഞ്ഞ ഈ ചായ ഒരു തമാശയാ. എനിക്കറിയാം ആ ചായ എന്നോട് ഭയങ്കര ഇഷ്ടമാണെന്ന്. ഓർക്കുന്നുണ്ടോ ചായ? 10 വർഷം മുമ്പ് അന്ന് നിങ്ങൾ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ ഞാൻ ഇട്ടിരുന്ന സാരി, അതൊക്കെ അച്ചായൻ ഓർക്കുന്നുണ്ട്. എനിക്കറിയാം. തീവണ്ടിക്ക് തകർക്കാൻ പോകുമ്പോ ആരെങ്കിലും അത് വേണാടാണോ ജയന്തിയണതയാണോ എന്ന് നോക്കൂ. മനുഷ്യ, മര്യാദയ്ക്ക് വേണം എന്നോട് സംസാരിക്കാൻ. ഞാൻ ആരുടെ ഓശാരത്തിലൊന്നുമല്ല ഇങ്ങോട്ട് കയറി വന്നത്. ഒരു ആനപ്പുറം കട സ്വർണ്ണമായിട്ടാണ് ഞാൻ ഈ വീട്ടിൽ വന്നത്. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ആ വേലക്കാരി കസ്തൂരിയായിട്ടുള്ള നിങ്ങളുടെ ഒരു ചൊട്ടിക്കളി, അവളെ എത്ര എല്ലാവരും ഞാൻ ഈ വീട്ടിൽ ഇറക്കി വിടും. നിങ്ങൾ നോക്കിക്കോ. കേക്കും വേണം, തീറ്റപ്പണ്ടാരങ്ങൾ. നിനക്കൊക്കെ 3 നേരം നക്കാൻ തരാൻ കുറെ കാശ് ഒപ്പം എല്ലാം കൂടെ വിടും.
എന്റെ കസ്തൂരി അഴകിൻ ചിങ്കാരി ഇതിനാണ് ഞാനിത് ശരിയാ. അയ്യോ എടി ഇപ്പൊ നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണോ? അങ്ങനെ പകൽ വല്ല വല്ലതുണ്ട് ഈ കസ്തൂരി. ഇതിനൊരു സമാധാനം ഉണ്ടാക്കാം. ഉമ്മായി വീട്ടിൽ കൂടി കേട്ടോ. നാശം. ഇന്നോ ഇനി ഇതിന്റെ കാര്യം പറഞ്ഞോണ്ട് ഈ വീട്ടിൽ വന്നേക്കരുത്. തന്ന സംഭാവനകൾ സന്തോഷം സ്വീകരിച്ച് നന്ദി നിറഞ്ഞവൾ പോകട്ടെ, ഞാൻ പോകട്ടെ. എന്നതാ ഇവിടെ ഒരു ഒച്ചയും ബഹളോ? അയ്യോ അച്ഛനോ? അച്ഛാ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആ ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. റൂജേ, ഞാൻ വന്ന കാര്യം ആദ്യമേ പറഞ്ഞേക്കാം. കാശില്ല എന്ന് പറഞ്ഞിട്ട് നീ പുതിയ ഒരു മെഴ്സിഡീസ് ബെൻസ് വാങ്ങിച്ചു. എന്നിട്ടും അനാഥാലയത്തിന് നീ 5 പൈസ തന്നില്ല. ആ അത് പോട്ടെ, ഞാനിപ്പോ വന്നത് വേറൊരു കാര്യത്തിനാ. നിന്റെ വീട്ടിലെ കാര്യസ്ഥൻ കൊച്ചുവടിന്റെ മോനില്ലേ, ആ ടോമിക്കുട്ടൻ, അവന്റെ ഹാർട്ടിന് ഒരു ഓപ്പറേഷൻ വേണം. നീ ആ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണം. എന്റെ അച്ഛ, എന്റെ കൂട്ടുകാരൻ ആ മാർലി മരിച്ചു പോയതുകൊണ്ട് ബിസിനസ് ഒക്കെ വളരെ മോശമാണ്. എന്റെ കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ല. അല്ലെങ്കിലും അച്ഛ, ഇപ്പൊ ഈ ഹാർട്ടിന് കേറെന്നൊക്കെ പറഞ്ഞാല് പിന്നെ ചുമ്മാ കാശ് കളയാന്നേ ഉള്ളൂ. ആ ചെക്കൻ എന്തായാലും തട്ടുപോകും. എടാ മോനെ സ്ക്രൂജേ, നീ ഇങ്ങനെയൊക്കെ പറയലടാ. ബെത്ലഹേമിലെ ഒരു കാര്യത്തോട്ടത്തില് ഒരു പുൽക്കൂട്ടിലല്ലേടാ യേശുനാഥൻ പിറന്നത്. തോമസ് നേരിട്ട് മാമോദീസ മുക്കിയ ശുദ്ധ നസ്രാണിയാന്ന് പറഞ്ഞ് അഹങ്കരിച്ചിട്ട് കണ്ണി ചോരയില്ലാത്ത വർത്താനം പറയില്ലടാ. ആ എന്നാ അച്ഛൻ വേഗം ചെല്ല്. ഇന്ന് പള്ളി കുർബാന ഉള്ളതല്ലേ, ഇടവക്കാരെല്ലാം നോക്കിയിരിക്കുമായിരിക്കും. നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. ക്രിസ്മസ് ആയ പിന്നെ എന്തോ ഒരു ശല്യമാണ്. അച്ഛനും കാപ്പ്യാരും കൊച്ചുങ്ങളും കെട്ടിയവളും അതിനു പുറമെ തപ്പും തകരും ഒക്കെ കൂട്ടി കരോടുകാരും. എന്തോ ഒരു ചെലവാ. എന്തൊരു തണുപ്പാ. എങ്ങനെയെങ്കിലും ഒന്ന് കിടന്ന് ഉറങ്ങട്ടെ. ഇത് ഞാനാ നിന്റെ മരിച്ചുപോയ അയ്യോ, ചത്തുപോയ മാറിയോ? എന്റെ പാറയാണോ? പ്രേതമോ? അതെ ഞാൻ തന്നെ. ഞാൻ നീയും കൂടി ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് ഞാനിപ്പോൾ അനുഭവിക്കുകയാണ്. പക്ഷെ എന്റെ നിനക്ക് വരരുത്. ഇന്ന് രാത്രി 3 പ്രേതങ്ങൾ നിന്നെ കാണാൻ വരുന്നത്. അവർ നിന്നോട് നിന്റെ ഭൂതം, വർത്തമാന, ഭാവി എല്ലാം വെളിപ്പെടുത്തി നിനക്ക് എന്റെ ഗതി വരാതിരിക്കാനാണ്. നീ മനസ്തപിക്കണം. നീ നന്നാവണം. ഉള്ള പ്രേത സിനിമ മുഴുവൻ കണ്ടിട്ട് കിടന്ന് ഉറങ്ങിയത് കൊണ്ടാ ഇങ്ങനെ സ്വപ്നം കാണുന്നത്. എങ്ങനെയെങ്കിലും കുറച്ച് ഉറങ്ങട്ടെ. അതാരാ ഒരു സുന്ദരി? എടി, നീ ശാരദയാണോ അതോ അമ്മിണിയോ? നല്ല പാലപ്പൂവിന്റെ മണം. ചേട്ടാ, ചുണ്ണാമുണ്ടോ ചേട്ടാ വെറ്റിലെടുക്കാൻ? നീലിമലേഷി. ഞാൻ ആ യക്ഷിയല്ല, ഞാനാണ് ഗോസ്റ്റ് ഓഫ് ക്രിസ്മസ് പാസ്റ്റ്. എന്റെ പഴയ കാലം ഓർമ്മിക്കാൻ വന്നതാ ഞാൻ. പഴയ കാലമോ? മിനിയാന്ന് വൈകിട്ട് ഞാൻ ആ അമ്മണിയുടെ വീട്ടിൽ പോയ കാര്യമായിരിക്കും ഇവൾ പറയുന്നത്. പക്ഷേങ്കിൽ ഞാൻ തറയിൽ മുണ്ടിട്ടിട്ടാണല്ലോ പോയത്. ആ പഴയ കാലമല്ല സ്ക്രൂജ്, എന്റെ ചെറുപ്പകാലം. അതാ നീ അങ്ങോട്ടൊന്ന് നോക്കിക്കും. അയ്യോ, അതെന്റെ അമ്മച്ചിയല്ലേ. കൂടെ ഞാൻ നിന്നാമം വാഴ്ത്തപ്പെടട്ടെ.
വരട്ടെ. മോനെ നീ കണ്ടോ, ഇത് ഉണ്ണീശോയാ നമ്മളെ രക്ഷിക്കാൻ കാളിത്തൊഴുത്തിൽ വന്ന് പിറന്നവനായി ഉണ്ണി. എന്റെ മോൻ നല്ലവനായിട്ട് വളരണം, എന്നും പള്ളിയിൽ പോകണം, പ്രാർത്ഥിക്കണം, സ്വന്തം നമസ്കാരവും സന്ധ്യാപ്രാർത്ഥനയും ഒന്നും മുടക്കരുത്, പാവപ്പെട്ടവരെ സഹായിക്കണം, രണ്ടുള്ളവൻ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കണം. വാ മോനെ, നമുക്ക് പള്ളിയിൽ പോകാം. ആ നല്ല അമ്മച്ചിയുടെ ഉപദേശങ്ങൾ നീ എത്ര വേഗം മറന്നു സ്ക്രൂജ്. ശരിയാ, ഞാൻ ഒത്തിരി കാര്യങ്ങൾ മറന്നുപോയി. ആ പോട്ടെ, എന്തെങ്കിലും ആട്ടെ, ബാക്കിയുള്ളവൻ പോയി കിടന്നുറങ്ങും.